പ്രവാസി ബാല ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രവാസി ചാരിറ്റി വില്ലേജ് എന്ന സൗഹൃദ കൂട്ടായ്മയിൽ നിന്നും 2 ഏക്കർ ഭൂമി വയനാട് ദുരന്ത രണവേദിയിലേക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച വിവരം ഇന്ന് വയനാട് ജില്ലാ കളക്ടർക്ക് നേരിട്ട് കൊടുക്കുകയും EADM-ന് നേരിട്ട് കൊടുക്കുകയും ചെയ്തു. ഞങ്ങൾ പ്രവാസി കൂട്ടായ്മ വയനാടിനോട് നെഞ്ചോട് ചേർത്ത് നിന്നുകൊണ്ട് വയനാട് എന്ന് പറയുന്ന ഈ ദുരന്ത ഭൂമിയിൽ അവരുടെ സങ്കടത്തിൽ ഞങ്ങളും കൂടെ ഒരു ഭാഗവാക്ക് ആകുകയാണ്. നമ്മൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് വേറിട്ട ഒരു കർമ്മ പദ്ധതിയാണ്. വീടെടുത്തു കൊടുക്കാൻ തയ്യാറുള്ള സന്നദ്ധ സംഘടനകളുണ്ടല്ലോ, ഈ സന്നദ്ധ സംഘടനകൾ നമ്മളെ നേരിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അവർക്ക് നമ്മൊരു ഭൂമി കൊടുക്കുകയാണ്. ഒരുപാട് ദുരന്തം നടന്ന ഭൂമിയിൽ വീണ്ടും ദുരന്തം അനുഭവിക്കാത്ത ഒരു സാഹചര്യം ഞങ്ങൾ ഒരുക്കാനുള്ള ഒരു കർമ്മ പദ്ധതിയുമായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. എൻ്റെ പേര് ഉമർ അബ്ദുള്ള, ഞാൻ പ്രവാസി ചാരിറ്റി വില്ലേജിൻ്റെ ചീഫ് കോർഡിനേറ്ററാണ്. കേവലം വിരലിൽ എണ്ണാവുന്നവർ മാത്രം ഉൾപ്പെട്ടിട്ടുള്ള ഒരു സൗഹൃദ കൂട്ടായ്മയാണ് ഞങ്ങളുടേത്. ഞങ്ങൾ ചേർന്ന് നിന്നതുപോലെ തന്നെ വയനാടിനെയും ഞങ്ങൾ ചേർത്ത് നിർത്തുകയാണ്. അതുകൊണ്ട് 2 ഏക്കർ ഭൂമി 2 വ്യത്യസ്തമായ രീതിയിൽ നൽകുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ തയ്യാറായിട്ടുള്ളത്. ഈ ഓഗസ്റ്റ് മാസം അവസാനത്തോടു കൂടി 10 പേർക്ക് 5 സെൻറ്റ് വസ്തു വീതം കൊടുത്തുകൊണ്ട് ഒരു സൗഹൃദ കൂട്ടായ്മ രൂപീകരണത്തിന് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു വെച്ചതായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി വയനാടിനെ അല്ല നമ്മളെയും ഞെട്ടിച്ച ദുരന്തം. ഞാൻ താമസിക്കുന്ന 1.5 ഏക്കർ ഭൂമിയിലാണ്. അത് ഒരു 50 സെൻറ്റ്, അതുപോലെ എൻ്റെ സുഹൃത്ത് ഒരു 50 സെൻറ്റ്, മറ്റൊരു സുഹൃത്ത് 1 ഏക്കർ, അത് വേറെ കളിപ്പറമ്പിലാണ്. അത് ഈ ദുരന്ത നിവാരണത്തിന് വേണ്ടി ഞങ്ങൾ തരാൻ വേണ്ടി സമ്മതപത്രം അയക്കാൻ വേണ്ടി എറണാകുളത്ത് വന്നിട്ട് ആ സമ്മതപത്രമാണ് ഇത്. അപ്പോൾ ആ സ്ഥിതിക്ക് ഇങ്ങനൊരു സങ്കടം വന്നപ്പം ഞാൻ 1 ഏക്കർ സ്ഥലം അവർക്ക് വേണ്ടി വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ പേര് PP മത്തായി, കോലഞ്ചേരി ഏരിയ പ്രവാസി സഹകരണ സംഘത്തിൻ്റെ ഓണററി സെക്രട്ടറിയാണ്. വയനാട്ടിൽ സംഭവിച്ച മഹാദുരന്തത്തിൻ്റെ സങ്കടത്തിലാണെന്ന് കേരളമൊട്ടാകെ. പ്രവാസി ചാരിറ്റബിൾ വില്ലേജ് എന്ന സൗഹൃദ കൂട്ടായ്മ വളരെ സുസ്ഥിരമായൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്. തങ്ങളുടെ അംഗങ്ങളിൽപ്പെട്ട ആളുകളെ ചേർത്തുകൊണ്ട് 2 ഏക്കർ ഭൂമി വയനാട്ടിൽ ദുരന്തം നേരിട്ട ആളുകൾക്ക് നൽകാൻ ഉറച്ച തീരുമാനമെടുത്തിരിക്കുകയാണ്. നിരന്തരം സാമൂഹ്യ പ്രവർത്തന മേഖലകളിൽ സജീവമായിട്ടുള്ള സൗഹൃദ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അവരുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എൻ്റെ പിന്തുണ അറിയിക്കുന്നു. ഞാൻ സിദ്ദീഖ് ബയാൻ, ഓസ്ട്രേലിയ. വയനാട് നടന്ന ദുരന്തത്തിൽ അതീവ ദുഃഖമുണ്ട്. ഞാനും എൻ്റെ സൗഹൃദ കൂട്ടായ്മയായ പ്രവാസി ചാരിറ്റി വില്ലേജ് എന്ന കൂട്ടായ്മയും വയനാടിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കൊപ്പം ചേർന്നു നിൽക്കുന്നു. ഗഫൂർ കുറ്റ്യാടിയാണ്. ഇവിടെ ഒമാനിൽ നിന്നാണ്. പ്രളയബാധിതർക്ക് ഒരു താങ്ങായി തണലായി ഞങ്ങളും പ്രവാസി ചാരിറ്റി വില്ലേജും ഉണ്ട്. വയനാടിൻ്റെ ഈ സങ്കടത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ഞാൻ പ്രദീപ് ചാലക്കുടി. എൻ്റെ പേര് അനിൽ ഗംഗാധരൻ.
വയനാട്ടിലെ മണ്ണിൻ്റെ മക്കളുടെ ദുരന്തം എല്ലാവരെയും പോലെ ഞങ്ങളെയും വളരെ വേദനിപ്പിച്ചു. ഞങ്ങളുടെ ജീവകാരുണ്യ സംഘടനയായ പ്രവാസി ഭാരത് ചാരിറ്റബിൾ വില്ലേജ് ഈ പുനരധിവാസ പുണ്യപ്രവർത്തനങ്ങൾക്കൊപ്പം ഞങ്ങളും കൈകോർക്കുകയാണ്. ഞാൻ ഹൈദരലി, കോഴിക്കോട്. കണ്ണീരൊലിപ്പിക്കുന്ന വയനാടിനൊപ്പം അവരെ സഹായിക്കാൻ ഞാനടക്കമുള്ള പ്രവാസി കൂട്ടായ്മയും കൈകോർക്കുന്നു. ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുക അതാണ് നമ്മുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ മേഖല. ഇതേപോലുള്ള പ്രകൃതി ദുരന്തങ്ങളും കഷ്ടത അനുഭവിക്കുന്നവരുമായ ആളുകളെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ഒക്കെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. പരിശുദ്ധ ഇസ്ലാം അതുതന്നെയാണ് നമ്മോട് നിർദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനവുമായാണ് നമ്മളൊക്കെ ഈ മണ്ണിലെത്തിയിട്ടുള്ളത്. കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വിഷമങ്ങൾ, വീട് നഷ്ടപ്പെട്ടവർ, മക്കളെ നഷ്ടപ്പെട്ടവർ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരൊക്കെയുണ്ട്. ജഗന്നിയന്താവ് രക്ഷയുടെ കവചം അവർക്കെല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.